ഹലോ ഗൈസ്, കൂർഗിൽ നിന്ന് നേരെ നമ്മൾ ചിക്മംഗ്ലൂരിലോട്ടാണ് പോകാനായിട്ട് ഇരിക്കുന്നത്. കൂർഗിലെ നമ്മുടെ റിസോർട്ടിൻ്റെ ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല രസമല്ലേ? അവിടെ നിന്ന് നേരെ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. പിന്നെ നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് ആരെയും ഉറങ്ങാൻ വിടാൻ സ്റ്റെഫിൻ ചേട്ടാ സമ്മതിച്ചില്ല. പിന്നെ അങ്ങോട്ടൊരു പാട്ടുമേളമായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചിക്മംഗ്ലൂരിൽ ഫുള്ള് ട്രക്കിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ ട്രക്കിങ്ങിനായിട്ട് നമ്മളെല്ലാവരും കൂടെ ജീപ്പിൽ കയറി. ജീപ്പിനകത്ത് ഫുൾ വൈബും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളലും ഒക്കെ ആയിരുന്നു. ഇടയ്ക്ക് അർജുന് വയ്യാതായി. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല രസമായിരുന്നു. അതിനുശേഷം നമ്മളിതാ മലയിലോട്ട് ചെന്നിറങ്ങി. മലയെന്ന് പറയുമ്പോൾ ഇങ്ങനൊരു മല പ്രതീക്ഷിച്ചില്ല. ചെറിയൊരു മലയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവിടെ നിന്ന് നോക്കിയാൽ താഴെ നിന്ന് നോക്കിയാലും മുകളിൽ നിന്ന് നോക്കിയാലും നമ്മൾ നന്നായിട്ട് പേടിക്കും. അങ്ങനെ ഒരു മല. അവിടെ പിന്നെ എല്ലാവരും കൂടെ ഗ്യാങ്ങായിട്ട് പോയിരുന്ന് ഭയങ്കരമായിട്ട് കമ്പനി അടിച്ച് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ മണ്ടയിലൊരു കൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പശുമ്പേനെയൊക്കെ കണ്ടു. അവിടെ നിന്ന് നേരെ നമ്മൾ നടന്നപ്പോൾ ഒരു റോക്കിൻ്റെ അകത്തൂടെയൊക്കെ കയറാനുള്ള വഴിയൊക്കെ കണ്ടു. പിന്നെ എല്ലാവരും ആ റോക്കിൻ്റെ അകത്തൂടെയൊക്കെ കയറി ഇറങ്ങി അങ്ങനെ ഒരു ബഹളമായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ദാണ്ട് അർജുൻ സംഗീത് പിന്നെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ നേരെ സിപ്പ് ലൈനിലോട്ടാണ് പോയത്. സിപ്പ് ലൈനിൽ ആദ്യം സാറ് ചാടി, പിന്നെ അർജുൻ സംഗീത് ചാടി. ഞാൻ ചാടിയില്ല, എനിക്ക് പേടിയായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മളൊരു വെള്ളച്ചാട്ടത്തിലേട്ടാണ് പോയത്. വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ അതിന് ഭംഗിയുണ്ടോ, നമ്മുടെ ദൂരെ നിന്ന് ആകർഷിക്കും. അങ്ങനെ ഒരു ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം. അതിൻ്റെ പുറകിലായിട്ട് ഒരു നദി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിലോട്ട് ഇറങ്ങാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ കാണുമ്പോൾ അത്ര സുഖകരമായിരുന്നില്ല. ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതിൻ്റെ പുറത്ത് പാറയും അങ്ങനെ അതിൽ നിന്ന് 2-3 പേര് വീഴുകയൊക്കെ ചെയ്തു. പക്ഷെ ആർക്കും ഒന്നും പറ്റിയില്ല. ഇതെന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് എന്നെ തിരിച്ചു വന്ന പനിഷ മാമിൻ്റെ നന്നായിട്ട് കിട്ടി. പിന്നെ അവിടെ നിന്ന് നിറയെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചിങ്ങ് പോന്നു. കയറുന്നതിനെക്കാട്ടി കുറച്ച് ടാസ്ക് ആയിരുന്നു ഇറങ്ങാൻ. ഹലോ ഗൈസ്, നമ്മൾ അവസാനം സാഹസികമായ യാത്ര തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെ മൊത്തം വെള്ളച്ചാട്ടമൊക്കെ ആയിരുന്നു. നമ്മൾ മരക്കൊമ്പിലൊക്കെ കയറി ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ബിരിയാണി, ചിക്കൻ കറിയും സലാഡും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. പപ്പടവും എന്നല്ല, ഇവിടെ അപ്പളവും എന്നാണ് പറയുന്നത്. നല്ല ഫുഡായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ വിശാലമായ വേറൊരു മലയിലോട്ടാണ് പോയത്. ആ മല ഫുൾ അങ്ങോട്ട് ഒരു ഒന്നൊന്നര എക്സ്പ്ലോർ ആയിരുന്നു. നല്ല നീണ്ടു നിവർന്ന് പരന്ന ഭൂമി. നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മല, അതായത് നമ്മുടെ പശുക്കിടാവൊക്കെ മേയാൻ പോകുന്ന ആ ഒരു തരത്തിലുള്ള ഒരു മലയായിരുന്നു. ഭയങ്കര നീണ്ടു നിവർന്ന് വാസ്റ്റായിട്ട് കിടപ്പുണ്ട്. അവിടെ സൈഡിൽ കുറച്ച് പേര് റീൽസ് എടുക്കുന്നു, കുറേ പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നു, കുറേ പേര് ഗ്രൂപ്പായിട്ട് അല്ലാതെയും നടക്കുന്നു. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. നല്ല രസമായിട്ട് നമുക്ക് ആ ഏരിയ ഫുൾ ആ മലയുടെ മണ്ടയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ പയ്യെ എല്ലാവരും താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. കാരണം ഇരുട്ടിയായിരുന്നു. പിന്നെ നല്ല തണുപ്പും വന്നു തുടങ്ങി. ഇപ്പോഴാണ് ഇവിടോട്ടൊക്കെ തണുപ്പ് വന്നു തുടങ്ങിയത്. പിന്നെ നമ്മൾ ജീപ്പിൽ എല്ലാവരും വന്ന വഴിയെ തിരിച്ചു പോയി. How was the trip? ഫുൾ ഇരുട്ടാണ്. തണുപ്പുണ്ട്, എന്നാലും കൊള്ളാം. Here is our driver uncle. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കല്യാണ മണ്ഡപം പോലത്തെ ഒരു സ്ഥലത്താണ് വന്നത്. അങ്ങനെ നോക്കിയപ്പോൾ അർജുനും ടീച്ചറിൻ്റെ മോനും കൂടെയുള്ള കളിയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കളി മാറാത്ത ചങ്കിനെ താഴെ മെൻഷനാക്കിക്കോ കേട്ടോ. അങ്ങനെ അർജുൻ്റെ കളിയും എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഇങ്ങെത്തി. നല്ല ഫുഡായിരുന്നു. നേരത്തെ പോലെ തന്നെ ചപ്പാത്തിയായിരുന്നു ഞാനെടുത്തത്. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഭയങ്കര ഹാപ്പിയുള്ള, ഭയങ്കര രസമുള്ള, ഭയങ്കര എൻ്റർടൈൻ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്നത്തേത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഇന്ന് നമ്മള് ചിക്മംഗ്ലൂർ ആയിരുന്നു. വളരെ മനോഹരായിരുന്നു. ഇന്നലെ നമ്മൾ കൂർഗിലായിരുന്നു. ഇന്ന് നമ്മൾ ചിക്മംഗ്ലൂർ ട്രക്കിങ്ങിനൊക്കെ പോയി. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ് ഫുഡായിരുന്നു. പാട്ടും ഡാൻസും ബഹളവും ഒന്നൊന്നര പോരായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.